മടിയനായ നായ. പണ്ട് ഒരു ഗ്രാമത്തിൽ മടിയനായ ഒരു നായ ഉണ്ടായിരുന്നു. ഏത് സമയവും ഉറക്കം തന്നെ. അവൻ്റെ പേര് ജൂബി എന്നാണ്. ജൂബി മാത്രമായിരുന്നില്ല അവിടെ. ഒരു പൂച്ചമ്മയും 2 പൂച്ചക്കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു. അവൻ്റെ യജമാനൻ തികച്ചും ഒരു ധനികനായിരുന്നു. രാജു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. രാജുവിന് ജൂബിയെ വളരെയധികം ഇഷ്ടമായിരുന്നു. എന്നും ജൂബിയുമായി സംസാരിക്കുമായിരുന്നു. അതിബുദ്ധിമതിയായ പൂച്ചമ്മ അലസത ഒട്ടുമില്ലാത്ത കൂട്ടത്തിലാണ്. പൂച്ചമ്മയ്ക്ക് ജൂബിയെ വളരെ ഇഷ്ടമാണ്. എന്നാൽ ജൂബിക്കോ പൂച്ചമ്മയെ ഇഷ്ടമല്ല. നിനക്കും നിന്റെ മക്കൾക്കും വേണ്ടിയുള്ള ഭക്ഷണം നീ കഷ്ടപ്പെട്ട് പുറത്തുപോയി കണ്ടുപിടിക്കും. എനിക്കാണെങ്കിൽ എൻ്റെ യജമാനൻ തരും നിന്റെ ഒരു കഷ്ടകാലം. അതെ, എനിക്കും എൻ്റെ മക്കൾക്കും കഴിക്കാനുള്ള ഭക്ഷണം ഞാൻ തന്നെ കണ്ടെത്തണം. അതൊരു പ്രയാസപ്പെട്ട ഒരു കാര്യമല്ല. ദിവസം രാത്രി മതിൽ ചാടി ഒരു കള്ളൻ രാജുവിൻ്റെ വീട്ടിൽ വന്നു. മടിയനായ നായ ഇതൊന്നും ശ്രദ്ധിച്ചില്ല. അവൻ ഉറക്കത്തിലായിരുന്നു. നേരം പുലർന്നു. രാജു തൻ്റെ അലമാരിയും മറ്റും സൂക്ഷിച്ചു നോക്കി. അലമാരിയിലുള്ള വിലപിടിപ്പുള്ള ഒരു സാധനവും കാണാനില്ല. അരിശം പൂണ്ട രാജു ജൂബിയുടെ നേർക്ക് വന്നു. ജൂബിയെ ധാരാളം വഴക്കു പറഞ്ഞു. അന്യരായ ഒരാൾ വരുമ്പോൾ നിനക്ക് കുരയ്ക്കാനോ അവരെ ഓടിപ്പിക്കാനോ കഴിയില്ലേ? ഇവനെ കൊണ്ട് യാതൊരു ഉപകാരമില്ലെന്ന് മനസ്സിലാക്കിയ രാജു ജൂബിയെ വഴിയരികിൽ ഉപേക്ഷിച്ചു. ജൂബി വല്ലാതെ വിശന്ന് തളർന്നു. ഭക്ഷണവുമായി അവൻ്റെ മുന്നിലേക്ക് പെട്ടെന്നാരോ ചാടി. പൂച്ചമ്മ. വിശപ്പ് കൊണ്ട് തളർന്ന ജൂബി ഭക്ഷണം വാരി വലിച്ചു തിന്നു. തൻ്റെ തെറ്റു മനസ്സിലാക്കിയ ജൂബി പിന്നീട് പൂച്ചമ്മയോട് നന്ദി പറയുകയും തൻ്റെ തെറ്റ് തിരുത്തുകയും ചെയ്തു.